ഹായ് കൂട്ടുകാരെ, എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മുടി കൊഴിച്ചിൽ മാറ്റി മുടി നല്ല കട്ടിയിൽ തഴച്ചു വളരാൻ സഹായിക്കുന്ന ഒരു സൂപ്പർ നാടൻ കാച്ചിയ എണ്ണയാണ്. കീഴാർനെല്ലി, കറിവേപ്പില, കറ്റാർവാഴ, കയ്യോന്നി എന്നിവ ചേർത്താണ് നമ്മൾ ഈ എണ്ണ തയ്യാറാക്കുന്നത്. ഇത് ശരിയായ പാകത്തിൽ എങ്ങനെ ഉണ്ടാക്കാമെന്നും കരിഞ്ഞു പോകാതെ എണ്ണ കാച്ചിയെടുക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിൽ വിശദമായി കാണിച്ചിട്ടുണ്ട്. വീഡിയോ മുഴുവനായി കണ്ടു നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് കിടക്കാം. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് കീഴാർനെല്ലി, അതുപോലെ കയ്യോന്നി, പിന്നെ നമ്മൾ ഒരു തണ്ട് അലോവേര, അതേപോലെ കുറച്ച് കറിവേപ്പില. ഇവയൊക്കെ നമ്മൾ നന്നായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് കഴുകി ഉണങ്ങിയതിന് ശേഷം നമ്മൾ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. കീഴാർനെല്ലി നമ്മൾ സമൂലമാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മളിതൊക്കെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാൻ പോവാം കേട്ടോ. നമ്മളുടെ ഈ ഇലകളിലൊന്നും ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ. പിന്നെ നമ്മൾ അലോവേരയുടെ ജെല്ല് മാത്രമായിട്ട് എടുക്കുന്നതായിരിക്കും കൂടുതലും നല്ലത്. മുഴുവനായിട്ട് ഇട്ട് കൊടുത്താൽ ചിലപ്പം ചിലർക്ക് അത് അലർജി, ചൊറിച്ചിലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എനിക്കത് കുഴപ്പമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ ഒരു തണ്ടോട് കൂടി തന്നെ ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതേ രീതിയിലൊന്ന് ചതച്ചെടുത്താൽ മതി. അത് നമ്മളൊന്ന് പ്രസ് ചെയ്യുമ്പോൾ അതിൽ നല്ല നീര് വരുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും. ഇവയൊക്കെ ചതച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ തന്നെ വെച്ചാലും കുഴപ്പമില്ല. ഇനി നമ്മൾ ഇതെടുത്തിട്ട് നമ്മളൊരു ചീനച്ചട്ടിയിൽ ഇട്ട് കൊടുക്കാനാണ് പോകുന്നത്. നമ്മൾ അടി കട്ടിയുള്ള ഒരു ചീനച്ചട്ടിയോ അല്ലെങ്കിൽ അടി വെള്ളപ്പുള്ള ഒരു പാത്രമാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അതിലേക്ക് നമ്മൾ 500 ഗ്രാം വെളിച്ചെണ്ണയാണ് ഒഴിച്ച് ചൂടാക്കി എടുക്കുന്നത്. നമ്മൾ എണ്ണയൊക്കെ ചൂടായി വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ച ഈ കൂട്ടുകൾ എണ്ണയിലേക്ക് ചേർത്ത് ചെറു തീയിൽ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. നമ്മളുടെ ഈ എണ്ണയിൽ ഈ പതുക്കെ അടങ്ങി അരച്ച് നമ്മുടെ ഈ കൂട്ടുണ്ടല്ലോ കരിഞ്ഞു പോകാതെ മണിപ്പരുവത്തിൽ ചെറിയ മണൽത്തരി പോലെ വരുമ്പോൾ തീ ഓഫ് ചെയ്യാം കേട്ടോ. നമുക്ക് നമ്മളുടെ ഈ കീഴാർനെല്ലി താരൻ തടയാനും അതുപോലെ തന്നെ തലയോട്ടിലെ അണുബാധ മാറ്റാനും മുടി കൊഴിച്ചിൽ ശമിപ്പിക്കാനും ഒക്കെ സഹായിക്കും കേട്ടോ. അതേപോലെ കറിവേപ്പില മുടിക്ക് നല്ല കറുപ്പ് നിറം നൽകാനും അകാലനര തടയാനും മുടിക്ക് കട്ടി കൂട്ടാനും സഹായിക്കും കേട്ടോ. അലോവേര തലയോട്ടി തണുപ്പിക്കാനും മുടിക്ക് പ്രകൃതിദത്തമായ ഈർപ്പവും തിളക്കവും മൃദുത്വവും നൽകാനും സഹായിക്കും കേട്ടോ. പിന്നെ കയ്യോന്നി മുടി തളർച്ചു വളരുവാനും കട്ടി കൂടാനും അതേപോലെ തന്നെ നര തടയാനും ആയുർവേദത്തിൽ പ്രധാനമായി ഉപയോഗിക്കുന്ന ഒരു ഔഷധം കൂടിയാണ്. അപ്പോൾ നമ്മുടെ കാച്ചിയ എണ്ണയ്ക്കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എണ്ണ തണുത്തതിന് ശേഷം നല്ല വൃത്തിയുള്ള തുണിയോ അരിപ്പയോ ഉപയോഗിച്ച് അരിച്ചെടുത്ത് ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു ചില്ലുകുപ്പിയിലോ പ്ലാസ്റ്റിക് ബോട്ടിലോ ഒക്കെ ആക്കി നമുക്കിത് സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഒരു പാത്രത്തിലേക്ക് നല്ലൊരു വെള്ള കോട്ടൺ തുണി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് നമ്മളിവിടെ നമ്മളുടെ കാച്ചിയ എണ്ണ ചൂടാറിയതിന് ശേഷം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ എണ്ണ ആഴ്ചയിൽ 2-3 തവണ ഈ തലയോട്ടിയിലും മുടിയിലും നന്നായി തേച്ച് പിടിപ്പിച്ച് 10-20 മിനിറ്റ് മസാജ് ചെയ്തതിന് ശേഷം നമ്മൾ താളിയോ വീനും കുറഞ്ഞ് ഷാമ്പൂ ഉപയോഗിച്ച് കഴുകി കളയാവുന്നതാണ് കേട്ടോ. ഇത് നമ്മളുടെ മുടി കറുപ്പിക്കാനും നമ്മളുടെ മുടി പൊഴിച്ചിൽ കുറയ്ക്കുവാനും നമ്മളുടെ തലയിലെ താരം മാറ്റുവാനും ഒക്കെ വളരെ നല്ലൊരു ഓയിലാണ്. നിങ്ങളെല്ലാവരും ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എത്ര നമുക്ക് ശമിക്കാത്ത താരനൊക്കെ ഉണ്ടെങ്കിലും മുടി കൊഴിച്ചിലുണ്ടെങ്കിലും ഈ എണ്ണ നമ്മളൊരു 5-6 പ്രാവശ്യം തേച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് വ്യത്യാസം കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവർക്കും എൻ്റെ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.